നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന നാലാമത്തെ ട്രെയിനായ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ ഉത്തർപ്രദേശിലെ മഥുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 16788 അതാണ് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുമ്പോഴുള്ള നമ്പർ. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലെ S5 കോച്ച് ഇതാണ്. ശരിക്കും നമ്മുടെ ട്രെയിനിന് പോകേണ്ടത് ആഗ്ര വഴിയാണ്. പക്ഷേ ഇന്ന് ട്രെയിൻ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. നേരെ ഇനി സവായ് മധുപൂർ വഴിയാണ് വണ്ടി പോവുക. ഇപ്പം ഇവിടെ ട്രെയിൻ നിർത്തിയിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളായി. മധുര റെയിൽവേ സ്റ്റേഷൻ്റെ 4 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അതായത് ഇനി പോകാൻ പോകുന്ന റൂട്ടില്ലേ, നമ്മുടെ രാജധാനി എക്സ്പ്രസ്, സമ്പർക്രാന്തി, ദുരന്തോ അതൊക്കെ പോകുന്ന ആ ഒരു റൂട്ട് വഴിയാണ്. ഇനി ഇവിടുന്ന് എത്ര മണിക്കാണ് വണ്ടി എടുക്കുക നോക്കാം. 4:53 മഥുര റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ ഇതാ എടുത്തു. ഇവിടെ വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ രാത്രിക്ക് ഇനി എവിടെ നിന്നായിരിക്കും അടുത്ത ക്രൂ ചേഞ്ച് ഉണ്ടാവുക നമുക്ക് നോക്കാം. സവായ് മധുപൂരൊക്കെ ഉണ്ടല്ലോ. ഈ 3 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. എന്തൊരു തിരക്കാണെന്ന് നോക്കിയേ. വൃന്ദാവനിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെയാണ് ട്രെയിൻ ഇറങ്ങേണ്ടത്. പ്രേം മന്ദിർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ് മധുര വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത്. ചെയിൻ വലിച്ചു. ഇനി ഒരു 3 ഹോണടി കേൾക്കാം. ആരെങ്കിലും ഇറങ്ങാനുണ്ടാവും, അതായിരിക്കും. വഴി തിരിച്ചുവിടുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് സ്റ്റേഷനുകളാണ് നമുക്ക് മിസ്സാവുന്നത്. അതിൽ ഒന്നാമത്തത് ആഗ്ര, അതിനുശേഷം ധോൽപൂര്, ഗ്വാളിയർ, പിന്നെ ഝാൻസി. അതുപോലെ തന്നെ നമ്മളിന് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭരത്പൂര് പോകും, അതിനുശേഷം ഗംഗാപൂർ സിറ്റി, സവായ് മധുപൂര്, ലുധിയായി ജംഗ്ഷൻ, പിന്നെ നമ്മൾ കയറുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബിന എന്ന് പറഞ്ഞാൽ അതാണ്. ബിനയിലെ ഷോപ്പൊന്നും ഇല്ലെങ്കിലും ആ ബിന എത്തുന്നതിന് മുമ്പ് ഒരു 8 കിലോമീറ്റർ മുന്നേ മഹാദേവ് ഗതി ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ വന്ന് കയറുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആക്ച്വലായിട്ട് യഥാർത്ഥ റൂട്ടിൽ നമ്മൾ ആഗ്ര വഴി പോവുകയാണെങ്കിൽ ഇവിടുന്ന് മധുരയിൽ നിന്ന് അവിടം വരെ, അതായത് ആ എത്തുന്ന ജംഗ്ഷനില്ലേ 425 കിലോമീറ്റർ ആണ് വരുന്നത് പോകാനുള്ള ദൂരം. പക്ഷെ ഇപ്പൊ വളഞ്ഞു പോകുന്നതുകൊണ്ട് 200 കിലോമീറ്റർ കൂടുതൽ പോകണം. അതായത് 625 കിലോമീറ്റർ ആണ് ഇനി നമ്മൾ ശരിയായ ഒരു പാതയിൽ എത്തേണ്ട ദൂരം. അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ അധികം എടുക്കുമെന്ന് പറയാല്ലേ. ഈ അതിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇതിപ്പോ ഇത് എന്താ പറയാ, വഴി തിരിച്ച സമയത്ത് സിഗ്നലെല്ലാം കിട്ടിയ സമയത്ത് പല സമയത്തും നിന്നേക്കാം. അതുപോലെ തന്നെ ഇതിന്റെ റൂട്ടല്ലല്ലോ, അതായത് അതിലേക്കൂടെ ഓടുന്ന ട്രെയിനുകൾ പോകാൻ വേണ്ടി ചിലപ്പോൾ ഇത് പിടിച്ചിട്ടേക്കാം. ഈ ട്രെയിൻ പോകേണ്ട യഥാർത്ഥ ലൈൻ ഇതാണ്, ആഗ്ര. അതായത് നമ്മുടെ മംഗള എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ട്. ഇതിപ്പം സമ്പർക്രാന്തിയൊക്കെ പോകുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ആ വഴിയിലേക്ക് ഇതാ കയറിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ രാജസ്ഥാനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരത്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഈ ട്രെയിനിൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ഈ ട്രെയിൻ വഴിതിരിച്ച് വിട്ടതാണെന്ന് അറിയില്ല. കാരണം എന്താ പറയുക, ഈ ഹസ്രത്ത് നിസാമുദ്ദീനൊക്കെ ആഗ്രയിലേക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലേക്ക് കയറിയവരുണ്ട്. അവരിപ്പോഴാണ് അറിയുന്നത്, അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മാറിക്കയറി പോകേണ്ടി വരും. അതെന്നെങ്കിലും ആവട്ടെ. അതുപോലെ തന്നെ ഈ ട്രെയിൻ വഴിതിരിച്ച് വിട്ടതുകൊണ്ട് രാത്രി ഓൺലൈൻ വഴി ഇനി ഫുഡൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് മൊത്തം പോയല്ലോ, ഇനി നാളെ രാവിലെ ആവണമല്ലോ നോർമൽ റൂട്ടിലേക്ക് കയറണമെങ്കിൽ. ഒരുപാട് നാളായി പാൻട്രിയിൽ നിന്ന് രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട്. നിന്നെന്തായാലും ട്രെയിനിലത്തെ ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും. 7:10 രാജസ്ഥാനിലെ ഗംഗാപൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. GGC എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. മധുര വിട്ടതിന് ശേഷം ഇപ്പോഴാണ് വണ്ടി ഒന്ന് സ്ലോ ആയത്. ഇത് 2 നമ്പർ പ്ലാറ്റ്ഫോമാണ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ആ റെഡ് സിഗ്നലാണ്. എന്തായാലും വണ്ടി ഇവിടെ നിൽക്കും. ഈ വണ്ടി നിന്നോ. ഗംഗാപൂർ സിറ്റി. ഇവിടെ നിലവിലിപ്പോൾ നല്ല തണുപ്പാണ്. വണ്ടി നിർത്തി. ഇനിയിപ്പം നമുക്ക് ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ പാൻഡിൽ പോയിട്ട് വാങ്ങിക്കാം അല്ലേ? അവിടെ പോയിട്ട് നോക്കാം. നമ്മളുണ്ടല്ലോ കുറേ നാളായി രാത്രിക്കത്തെ ഭക്ഷണം ഈ പറഞ്ഞ പോലെ പാൻഡിൽ നിന്ന് കഴിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ കഴിക്കാത്ത പറഞ്ഞാൽ ഈ താലിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ദാലും ഈ പറഞ്ഞ ആലു മട്ടർ, ആ ഒരു മസാല ഇല്ലേ, ഞങ്ങൾക്ക് ആ മസാല ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പരമാവധി അതിൽ നിന്ന് ഫുഡ് ഒഴിവാക്കുന്നത്. പക്ഷെ ഞങ്ങളുണ്ടല്ലോ രാവിലത്തെ ഉപ്മാവൊക്കെ കൂടുതൽ കഴിക്കാറൊക്കെ ഉണ്ട്. പാൻഡിൽ പോയിട്ട് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചേ. എഗ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 2 മുട്ടയുണ്ട്, പിന്നെ റൈസൊക്കെ ഇങ്ങനെയുണ്ട്, കുറച്ചൊരു മസാലയൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ
അച്ചാറുണ്ട്. പിന്നെ ഞങ്ങളുണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്വീറ്റ് കൂടെ വാങ്ങി. ഇതിന് 40 രൂപയാണ്. ബിരിയാണിക്ക് അധികം വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് കഴിക്കാൻ നല്ല രസമാണ്. നമ്മുടെ S5 കോച്ചില്ലേ, അതിൻ്റെ 2 ഭാഗത്തെ വാഷേരിൻ്റെ ഭാഗത്തേക്ക് വന്നാലും വെള്ളമില്ല. അപ്പോൾ നമുക്കിതിനെങ്ങനെ പരിഹാരം കാണാമെന്ന് നോക്കിയാലോ. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് ഉള്ളത്. ഈ വെള്ളം ഇല്ലെങ്കിൽ അതിനെങ്ങനെ പരിഹാരം കാണാം? ആദ്യം തന്നെ പറയാം, റെയിൽ മധ്യത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 139 നമുക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ട്വീറ്റ് ചെയ്യാം. ഈ റെയിൽ മധ്യത്തിന് ഇപ്പോൾ വാട്സപ്പിലും കൂടെ അവരെ സൗകര്യമുണ്ട്. അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കാം. അതിനെന്തായിരിക്കും റിപ്ലൈ കിട്ടുക നോക്കാമല്ലോ. വാട്സപ്പിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോരോ ഓപ്ഷൻ കാണിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഇതിൽ വാട്ടർ അവൈലബിലിറ്റി ആണ്. അതിൽ കൊടുത്ത് സെൻഡ് കൊടുക്കാം. എന്തായിരിക്കും റിപ്ലൈ വരുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അതിൽ വേറെ കാറ്റഗറി വാഷ് ബേസിൻ. ഇനി അടുത്തത് എന്താണെന്ന് വരുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ അവസാനം ഞങ്ങളൊരു ഫോട്ടോ കൂടെ അയച്ചു കൊടുത്തു. ഞങ്ങളുടെ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ആയി. നിങ്ങൾ ട്രെയിനിൽ ദീർഘദൂര യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു നമ്പർ സേവ് ആക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഡൽഹി, മുംബൈ ആഗസ്റ്റ് ക്രാന്തി രാജധാനി. ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥൻ വന്ന് ചോദിക്കുകയാണ്, നമ്മളല്ലേ കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് നടക്കുമെന്നാണ് പറഞ്ഞത്. ഇവര് മെയിനായിട്ട് പറയുന്നത് ഈ ട്രെയിനിന്റെ റൂട്ടല്ല ഇത്, അതായത് ജാൻസി എന്നാണ് വെള്ളം നിറക്കേണ്ടതെന്ന്. അതായത് വൈകുന്നേരം രാത്രിയാകുമ്പോഴത്തേക്ക് ജാൻസി എത്തുമല്ലോ, അതാണ് ഫില്ല് ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ഇത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും വാട്ടർ ഫില്ല് ചെയ്യേണ്ട സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് അംഗീകരിച്ചു കൊടുക്കൂലല്ലോ, എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുന്ന പറയുന്നത്. നോക്കട്ടെ, ഇവര് ആരൊക്കെയോ വിളിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി വന്നിട്ട് ഇപ്പം വേറെ അധികാരികളൊക്കെ വിളിക്കുക. എന്താണ് കാര്യം എന്നറിയണ്ടേ. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:40 ട്രെയിൻ ഇപ്പോൾ 3 മണിക്കൂർ 40 മിനിറ്റ് ആണ് ലേറ്റ് ആയിട്ടുള്ളത്. ഇനി ഇന്നലത്തെ രാത്രിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയാം. നമ്മൾ ഇന്നലെ രാത്രിക്ക് തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ട് അവരൊക്കെ വന്നല്ലോ. അവർ വീണ്ടും 3 തവണയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. കാരണം അവർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അവരിങ്ങോട്ട് സാറിനൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ റൂട്ടിലിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡൈവേർട്ട് ചെയ്ത റൂട്ടില്ലേ, അവിടെ നിന്ന് എവിടുന്നും വെള്ളം നിറക്കാനുള്ള സോഴ്സ് ഇല്ല. മെയിൻ അതായത് ഈ ട്രെയിനിൻ്റെ യഥാർത്ഥ റൂട്ടില്ലേ, അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളത് വീണ്ടും പ്രശ്നമാക്കി. കാരണം ഇതിൽ ഒരുപാട് കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഇല്ലതല്ലേ. ഇപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് S6 കോച്ചിലാണ്. ഈ കോച്ചിലും ആ സമയത്ത് വെള്ളം ഉണ്ടായില്ല അല്ലേ? വെള്ളമില്ല. അതുപോലെ തന്നെ സവായ് മധുപൂരിന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണ്ടായി. പക്ഷെ വണ്ടി നമ്മുടെ വണ്ടിയില്ലേ സവായ് മധുപൂരിലൊന്നും നിർത്തിയിട്ടുണ്ടായില്ല. ശേഷം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യം ആക്കുന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം കിടന്നു. കാരണം എവിടെ വന്നിട്ട് നിർത്തുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ശേഷം ഒഫീഷ്യലി ഹോൾട്ട് പിന്നെ വരുന്നത് ബിനയിലാണ്. ബിനയിലാണ് നമ്മൾ കയറുന്നത്. അപ്പം ഞങ്ങൾ നൈറ്റ് കിടന്നു. പിന്നെ വെളുപ്പിന് ഞാനൊരു 3 മണി 3:30 സമയത്ത് എണീറ്റ സമയം നോക്കിയ സമയത്ത് വെള്ളം കയറി. ഒന്ന് ചിന്തിച്ചു നോക്കി. അവര് എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്താ പറയാ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടാ, ഈ കോച്ചിൽ ആകെ കംപ്ലൈന്റ് ചെയ്തത് ഞങ്ങൾ 2 പേരും മാത്രമാണ്. ഈ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ പോലും ഒരാൾ പോലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കംപ്ലൈന്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലെ രാത്രിക്ക് തന്നെ വന്നേക്കായിരുന്നു. പ്രതികരിച്ച എന്തായാലും കിട്ടും. അതല്ല ഇന്നലത്തെ വിഷയം വെച്ചാൽ ഡൈവേർട്ട് ആയതുകൊണ്ട് മാത്രം വിഷയമാണ്. എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്പർ ഏതായാലും നോട്ട് ചെയ്തോ റെയിൽ മധ്യത്തിൽ കംപ്ലൈന്റ് ചെയ്താൽ നമുക്ക് എന്തായാലും പരിഹാരം കിട്ടും. ട്രെയിൻ നിർത്തിയ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ പൊടിയും മൂടൽമഞ്ഞൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. 6:54 ഭോപ്പാൽ ജംഗ്ഷൻ നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ആണ്. Shri Maa Vaishno Devi Katra Pilner Railway Junction Navayug Express
ഇവിടെ നവ്യുഗ് എക്സ്പ്രസ് തന്നെ അനൗൺസ്മെന്റ് ഉണ്ട്. യാത്രയുടെ 3ാമത്തെ ദിവസമാണല്ലോ. വാഷേരിന്റെ ഇവിടെ ആയാലും ടോയ്ലറ്റിന്റെ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ്. അത്യാവശ്യം ഇതിന്റെ സർവീസ് ഒക്കെ ഓക്കെയാണ്. രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ട്രെയിനിന്റെ അകത്ത് തന്നെ വാങ്ങിച്ച ബ്രെഡ് ഓംപ്ലേറ്റ്, ബ്രെഡ് കട്ട്ലേറ്റ്, അവല് അതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് ഉപ്മാവാണ്. ഇതിന് ഒരെണ്ണത്തിന് 40 രൂപ. നർമ്മദാ നദി അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പൊ അതിലൂടെ ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ നല്ല കാഴ്ച കിട്ടിയേനെ. ട്രെയിൻ ഇപ്പോ ഇത്താർസിലേക്ക് എത്താനായി. ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ കയറിയതാണ്. ഇപ്പോൾ നർമ്മദാപുരം എന്നൊരു സ്റ്റേഷനിലെത്തി. ഇങ്ങനെ ഓരോ ആൾക്കാരും പല സ്ഥലങ്ങളിലായിട്ട് കയറും. അതായത് ആ നർമ്മദ റിവർ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന സ്റ്റേഷനാണിത്. നമ്മുടെ കോച്ചിലെത്തി വാഷേരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇന്നലെ രാത്രിയൊക്കെ വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ വേസ്റ്റ് ഒക്കെ അതിലേക്ക് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ശരിക്കും ഓരോ ട്രെയിനുകളും വൃത്തികേടാക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഹിമസാഗർ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യണ്ടായി. ആ ട്രെയിനിൽ എന്തൊരു നീറ്റായിരുന്നു എന്നറിയാം. അതിലത്തെ OBHS സ്റ്റാഫുകളായാലും ടോയ്ലറ്റ് ആണെങ്കിലും ഈ വാഷേരി ആണെങ്കിലും പക്കയായിരുന്നു. ഇതിലത്തെ ടോയ്ലറ്റൊക്കെ പക്കയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു കാഴ്ച കണ്ടില്ലേ, അത് ഇതിൽ യാത്ര ചെയ്ത ഏതോ 2-3 ആൾക്കാർ വന്നിട്ട് അവർ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് അതിലേക്ക് തട്ടിയതുകൊണ്ടാണ്. ഇവിടുന്ന് ഇപ്പം 3ാമത്തെ വണ്ടിയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. ഇത് ബല്ലി എന്ന് മുംബൈയിലേക്ക് പോകുന്ന കാമായണി എക്സ്പ്രസ്. ഇതിനു മുന്നേ പുഷ്പക് എക്സ്പ്രസും ജയ്പൂർ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റും ഓവർടേക്ക് ചെയ്ത് പോയതേ ഉള്ളൂ. മധ്യപ്രദേശിലെ ഇത്താർസി ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 9:58 ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നു നമ്മളെ നേരത്തെ ഓവർടേക്ക് ചെയ്ത് പോയ വണ്ടിയാവാനാണ് സാധ്യത. 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇവിടെയും നവ്യൂഗ് എന്ന് പറയുന്നുണ്ട്. കാമായനി എക്സ്പ്രസ്. നമ്മളിപ്പം നാഗ്പൂർ കഴിയേണ്ട സമയമായി. ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ഇതാ ഇഡ്ഡലി, അതുപോലെ തന്നെ ചട്നി, പിന്നെ ഇതാ റൊട്ടിയാണെന്ന് തോന്നിയത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓംപ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഇവിടെ പഴം, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ തന്നെ വാങ്ങിക്കാം. ഇവിടെ 30 രൂപയ്ക്ക് ഓംപ്ലേറ്റ് ലൈവായിട്ട് തന്നെ ഇവിടെ ആക്കുന്നൊക്കെ കാണാം. ബ്രെഡും ഉണ്ട്, ഒരു ഓംപ്ലേറ്റ്. ഇതുപോലുള്ള കടകൾ ഒരുപാടുണ്ട് കേട്ടോ. മുംബൈ ഹൗറ മേലിത പ്ലാറ്റ്ഫോം നമ്പർ 4 കടന്നു വരികയാണ്. ഇതിന്റെ അൺറിസർവ്ഡൊക്കെ നല്ല തിരക്കായിരിക്കും എന്തായാലും. ഈ മുന്നിലത്തെ പകുതി കോച്ച് RMS ആണ്. ഈ സ്റ്റേഷന്റെ വൃത്തിന്റെ കാര്യം പറയുമ്പോൾ വൃത്തി തീരെ കുറവാന്ന് വേണമെങ്കിൽ പറയാട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം ഈ ഒരു ഹൗറ വണ്ടിയില്ലേ, ഇത് പോകുന്ന ജബൽപൂർ റൂട്ട്, അതുപോലെ തന്നെ കാമാണി എക്സ്പ്രസ് വണ്ടിയില്ലേ, നമ്മുടെ മംഗള എക്സ്പ്രസ് ഒക്കെ പോകുന്ന ഭുസവാൽ മേൻമേട് വഴി മുംബൈയിലേക്ക് പോകുന്ന റൂട്ട്, പിന്നെ നമ്മളിപ്പോൾ വന്ന ഭോപ്പാൽ റൂട്ട്, ഇനി പോകുന്ന നാഗ്പൂർ റൂട്ട്. അങ്ങനെയാണ് ആ ഒരു ജംഗ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നാഗ്പൂരാണ്. ഏകദേശം 300 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്യാനുണ്ട്. പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ എന്താ പറയുക മനോഹരമായ ഒരു പാത വഴിയാണ്, ഗാർഡ് സെക്ഷൻ വഴിയാണ് കടന്നു പോകുന്നത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം,
നമ്മൾ കുറേ നാളായി ഈ ഒരു ജാക്കറ്റ് തന്നെ, അതായത് കുറേ ദിവസങ്ങളായിട്ട് ജാക്കറ്റ് ഊരാറേ ഇല്ല. നല്ല തണുപ്പാന്നല്ലോ. ഈ ഒരു റൂട്ട് വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പാന്ന് സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ. 10:23 ഇത്താർസിന്ന് ട്രെയിൻ എടുത്തു. ന്യൂഡൽഹി MGR ചെന്നൈ സെൻട്രൽ തമിഴ്നാട് എക്സ്പ്രസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ MGR ചെന്നൈ സെൻട്രൽ എത്തും. ഈ വണ്ടി ഞങ്ങൾ അങ്ങനെയൊന്നും മറക്കൂല. ഇതിന് ന്യൂഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന സമയത്താണ് നവീന് ഫുഡ് പോയ്സൺ വന്നത്. വിജയവാഡ ആ ഒരു ഭാഗം വരെ എന്തായാലും അതിനുശേഷവും ഇതുപോലെ പോകേണ്ടതാണല്ലോ. മിക്കവാറും ഇത് ഓവർടേക്ക് ചെയ്യാനൊരു സാധ്യതയുണ്ട്. വിജയവാഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ഇതിന്റെ ലോക്കോമോട്ടീവ്. ഞാൻ പറയുന്നത് ഇതെന്തായാലും ഓവർടേക്ക് ചെയ്യുന്നതാണ്. എന്തായാലും നോക്കാം. തമിഴ്നാട് എക്സ്പ്രസ് നല്ലൊരു വണ്ടിയാണ്. ഇവിടെ മുഴുവനും പശുക്കളാണിത്. എന്തൊരു കൂളായിട്ടാണ് അവറ്റകളൊക്കെ നടക്കുന്നത്. WDM 3D ഇതിന്റെ ജഗ് 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 എന്നുള്ളൊരു ശബ്ദമില്ലേ? വരട്ടെ. ജഗ് 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 ആ ശബ്ദമാണ് വേണ്ടത്, അതില്ല. ഇവിടുന്നൊക്കെ നല്ല വ്യൂ ആണേ, നല്ല താഴ്ചയുണ്ട്. ഇത് മുഴുവനും ഫോറസ്റ്റ് ആണ്. ഒരുപാട് തുരങ്കങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. സമയം 1 മണിയായ തീഗാവ് എന്നൊരു സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഇൻഡോർ നാഗ്പൂർ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യും. അതിനിപ്പോൾ ഈ ഒരു സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ഇതിലൂടെ മറ്റൊരു ട്രെയിൻ പോകുന്നത് കൂടെ കാണാം. MGR ചെന്നൈ സെൻട്രൽ ന്യൂഡൽഹി. ഇത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ആണ്.
ട്രെയിൻ ഇപ്പോൾ നാഗ്പൂരിലേക്ക് എത്തുകയാണ്. അങ്ങ് അവിടെയാണ് ഡയമണ്ട് ക്രോസിങ്. 4 ദിശയിലേക്കുള്ള പാതകളാണ് അവിടെ സംഗമിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സൗത്ത് ഭാഗത്തേക്ക് പോകുന്ന ചെന്നൈ ലൈൻ, നോർത്ത് ഭാഗത്തേക്ക് ഭോപ്പാൽ ഡൽഹി ഭാഗത്തേക്ക് പോകുന്ന ലൈൻ, അതുപോലെ തന്നെ ഈസ്റ്റ് ഭാഗത്തേക്ക് അതായത് റായ്പൂർ കൊൽക്കത്ത ഭാഗത്തേക്ക് പോകുന്ന ലൈൻ, അതുപോലെ തന്നെ വെസ്റ്റ് ഭാഗം പറയുകയാണെങ്കിൽ മുംബൈ ഭാഗത്തേക്ക്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ മുന്നിലായി കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പാലമാണ് കാണാനായി സാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ നാഗ്പൂർ ജംഗ്ഷൻ 2:40 ഇപ്പോൾ. विशाखापट्टनम न्यू दिल्ली आंध्र प्रदेश एक्सप्रेस ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നോക്കാം. 2 ആണെന്നാ തോന്നുന്നത്. NGP എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ റോഡിന്റെ WAP7 ആണ് ലോക്കോമോട്ടീവ്. ഇവിടുന്ന് ക്രൂസേജ് ഒക്കെ ഉണ്ട്. 5 മിനിറ്റ് ആണ് നാഗ്പൂരിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളും സമൂസ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെവിടെ ഇതാ താലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴം പിന്നെ ഓറഞ്ചൊക്കെ ഉണ്ട്. നല്ല തിരക്കേറിയ ഒരു സ്റ്റേഷൻ തന്നെയാണ് നാഗ്പൂർ. 2:54 നാഗ്പൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇതാണ് 1ാം നമ്പർ പ്ലാറ്റ്ഫോം. നമ്മളെ നേരത്തെ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു വന്ദേ ഭാരത് ഇല്ലേ, അതാണിതാ ഇവിടെ. ഇപ്പം തന്നെ ഇവിടുന്ന് തിരിച്ചു പോകും ഇൻഡോറിലേക്ക്. WG9 അതാ, WG12 അതാ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് പഴം വാങ്ങിച്ച്, പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച്, പിന്നെ ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ചിപ്സാണ്. പാൻട്രിയിൽ നിന്ന് 2 മിർച്ചി പക്കോട വാങ്ങി. ഇതിന് 40 രൂപയാണ് ആയത്. 4:10 ട്രെയിൻ ഇപ്പോൾ സേവാഗ്രം ജംഗ്ഷനിലേക്ക് ഇതെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനെ കാണാം. നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു കാഴ്ച ഇങ്ങനെയാണേ, തിരക്കേ ഇല്ല. ഈ ഒരു ഭാഗത്ത് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പം വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. തണുപ്പ് താരതമ്യേന നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നാഗ്പൂർ വിട്ട് കുറഞ്ഞു പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക, ജാക്കറ്റ് ഒക്കെ അയച്ചു വെച്ചു. ഇനി അതുപോലെ തന്നെ ട്രെയിനിലും അധികം കാര്യമായിട്ടൊന്നും ആൾക്കാർ കയറില്ല എന്ന് വിചാരിച്ചാണ്. ബൽഗാർഷിയും ചന്ദ്രപൂർ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനും വിജയവാഡ മാത്രമേ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി. അതായത് ഈ ട്രാക്കില്ലേ, ഇതുവഴി ഇപ്പോൾ തമിഴ്നാട് എക്സ്പ്രസ് വരും. ഞാൻ നേരത്തെ ഇത്താർസി തന്നെ പറഞ്ഞില്ലേ എന്തായാലും ഓവർടേക്ക് ചെയ്യുന്നു. അതിതാ ഇവിടെ നിന്നാണ് തമിഴ്നാട് എക്സ്പ്രസ് വരികയാണ്. ആറ് 10 ട്രെയിൻ ഇപ്പോൾ ചന്ദ്രപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. തടോബ അന്താരി ടൈഗർ റിസർവ് ഉള്ളത് ഇവിടെയാണ്. ഈ സ്റ്റേഷനിൽ തന്നെ ഇതിൻ്റെ ചുമരുകളുണ്ട്. അത് തന്നെ ഒരുപാട് മൃഗങ്ങളുടെ ചിത്രമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ ബൽഹാർഷയാണേ. അവിടെയും ഇതുപോലുള്ള കുറച്ച് സ്റ്റാച്ചുകളൊക്കെ കാണാം, മൃഗത്തിൻ്റെയൊക്കെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. 50 റുപ്യക്ക് ഡബിൾ അണ്ടാ ബിരിയാണി. ഇവിടെ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ കിട്ടും.
നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇന്നും ഈ ട്രെയിനിലത്തെ പാൻട്രിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചന്ദ്രപൂർ സ്റ്റേഷനും അടുത്ത വരുന്ന ബൽഗാർഹ സ്റ്റേഷനിലൊക്കെ ഉണ്ട് ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റിലാണ് തഡോബ, അന്താരി ടൈഗർ റിസർവ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും ആദ്യത്തേതും വലുതുമായിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ ബൽഹാർഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇതൊക്കെ സെൻട്രൽ റെയിൽവേന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 5 മിനിറ്റിന്റെ ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ ഒരു കാട്ടുപോത്തിന്റെ ഒരു സ്റ്റാച്ചു കാണാം. അതിന്റെ മുന്നിൽ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പ്രതിമകൾ ഉണ്ട് ഈ ഒരു സ്റ്റേഷനില്. ഇവിടെ മാത്രമല്ല, ആ കയറുന്ന വഴിയില്ല, അവിടെ മൊത്തം കടുവേന്റെ ചിത്രങ്ങളൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞില്ലേ ടൈഗർ റിസർവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ഫോട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ സമയത്ത് നല്ല തണുപ്പാണ്. പ്ലാറ്റ്ഫോമിൽ തന്നെ ഭക്ഷണമൊക്കെ വെക്കുന്നൊക്കെ ഉണ്ട്. റൊട്ടി, സബ്ജി, ബിരിയാണി അങ്ങനെയൊക്കെ. ഞങ്ങൾ ഇന്നലെ കഴിച്ച അതേ ഫുഡ് തന്നെയാണ് പോയി വാങ്ങിച്ചത്. എഗ് ബിരിയാണി ഒരെണ്ണത്തിന് 90 രൂപയാണേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അച്ചാറും ഉണ്ട്, സ്പൂണും ഉണ്ട്. ഇതാണ് ബിരിയാണി. ഭക്ഷണത്തിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി കഴിക്കുകയാണേ. ഞങ്ങളുടെ കുപ്പിവെള്ളത്തിനെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയത്. വീട്ടിൽ നിന്ന് ഒരുപാട് കൊണ്ടുവന്നതാണ്. ഇപ്പം ഏകദേശം കഴിയാനായി. ശ്രീമാതാ വൈഷ്ണവ് ദേവി കട്ടറിൽ നിന്നും 2115 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് ഇതാ എത്തി. തെലങ്കാനയിലെ രാമകൊണ്ടം റെയിൽവേ സ്റ്റേഷൻ 8:56 ഇപ്പോൾ. നല്ല വൃത്തിയുള്ള ലൈറ്റൊക്കെ ഉള്ള ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആദ്യം നോക്കുക വൃത്തിയും പിന്നെ നല്ലൊരു സൗകര്യമാണ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. രാമകുണ്ടം. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഇവിടെ പ്ലാറ്റ്ഫോം എന്നായാലും നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. RDM എന്നാണ് സ്റ്റേഷന്റെ കോഡ്. വൈകുന്നേരം 3:30-നാണ് ട്രെയിൻ ഇവിടെ എത്തേണ്ടത്. ഇപ്പോൾ 9 മണിയായല്ലോ. 5.5 മണിക്കൂറാണ് നിലവിൽ ഇപ്പോൾ ട്രെയിൻ ഡിലേ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മളെ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാല് വാറങ്കല്, ഗമ്മം, വിജയവാഡ വഴിയാണ്. നാളെ രാവിലെ മിക്കവാറും ഒരു 7 മണിയോടുകൂടി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി എത്തുന്നതാണ് ഇപ്പൊ ആപ്പിൽ കാണിക്കുന്നത് തന്നെ. അതെ, ഈ ട്രെയിനിൽ ഞങ്ങളുടെ 3ാമത്തെ രാത്രിയാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത ഭാഗത്തില് തിരുനെൽവേലി എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ്. തിരുനെൽവേലി എത്ര മണിക്കൂർ വൈകി ഈ ട്രെയിൻ എത്തുന്നൊക്കെ ആ ഒരു ഭാഗത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റത്തിനോടൊന്നിരിക്കും. ബൈ.